2003 സെന്ന, 2010 ആദ്യത്തെ പുണ്ടോ, 2015 അവഞ്ചുറ, 2019 അബാർത്ത്. സിൽക്ക് സ്മിത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവേശമാണ്. ഭയങ്കര സ്റ്റൈലിഷാണ്, സെക്സിയാണ്, ഭയങ്കര. പക്ഷെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചാൽ പാടാം. കോട്ടയത്ത് ABGയിൽ 2 വണ്ടി ഉണ്ടായിരുന്നല്ലോ, ഒന്ന് കുഞ്ചാക്കോ ബോബനെടുത്ത്, ഒന്ന് ഞാനെടുത്തു. 10,000 ബെൻസ് ഉണ്ട്, പക്ഷെ അബാർത്ത് കുറവാണ്. ബെൻസുകാരൻ ഇതന്നെ നോക്കും, പക്ഷെ ഞാൻ ബെൻസിലെ നോക്കിയല്ല. ഇതിപ്പം ഫിയറ്റിൻ്റെ കൂടെയാണ്. അപ്പം നമ്മളിപ്പോൾ സൈഡിൽ നിൽക്കുന്നത് പുന്തോ അബാർത്ത്. ശരിക്കും പറഞ്ഞാൽ പുന്തോ അബാർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരുടെയും ഇഷ്ട വണ്ടിയാണ്. കാര്യം വെച്ചാൽ സ്വപ്ന വണ്ടിയാണ് ഈ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾക്കൊന്ന് മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടത്തില്ല, വളരെ റെയറാണ്. കാര്യം വെച്ചാൽ കുറച്ച് വണ്ടികളെ ഇറങ്ങിയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് 1.4 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ്, 145 Nm ടോർക്ക്, 145 bhp, 220 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു വണ്ടിയാണ്. ഇതിനെ ട്യൂൺ ചെയ്തൊക്കെ വളരെ അഗ്രസീവായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടികളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവനെ വേണമെങ്കിൽ ഒരു റാലി ആർട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അതേപോലെ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഫിയറ്റിൻ്റെ ഒരു വണ്ടി നേരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു പുന്തോ ഇറങ്ങിയത് 2009 കാലഘട്ടത്തിൽ ഇറങ്ങിയ പുന്തോയാണ്. അതിൻ്റെ 75, 90 bhp, അത് കഴിഞ്ഞ് 145 bhp, അങ്ങനെ പല നിരകൾ ഇറങ്ങി. ഇതിനിടയ്ക്ക് അതിൻ്റെ ക്രോസ് ഓവർ സെക്ഷനൊക്കെ ആയിട്ട് പല വണ്ടികൾ ഇറങ്ങി. ഇതിപ്പോൾ ഞാൻ ഈ കുട കാണിക്കാൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ RRലൊക്കെ കണ്ടുവരുന്ന പോലെ സ്വന്തമായിട്ടൊരു കുട വണ്ടിക്ക് കൊടുത്തേക്കുവാണ്. ഇതൊക്കെ ഭയങ്കര അന്ന് ഇതിപ്പോൾ 2020-19 വണ്ടിയാണ്. അന്നും ഇതേപോലെ ചിന്തിച്ചിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെക്സിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു 2019 നമ്മുടെ കിയ സെൽട്ടോസിൻ്റെ ഒക്കെ ഒരു വരവോട് കൂടിയാണ്. അപ്പോൾ അന്ന് അതിനു മുമ്പും പുന്തോ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിയറ്റ് ഈ കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് നമ്മുടെ ഇവിടെ കണ്ട ഫേമസ് ആയിട്ടുള്ള പല എഞ്ചിനും, യൂണിവേഴ്സൽ എഞ്ചിൻ എന്ന് വരെ വിളിക്കപ്പെടുന്ന എഞ്ചിൻ ഫിയറ്റിൻ്റെ ജനറേഷനിൽ നിന്ന് പോയിട്ടുണ്ട് പല ബ്രാൻഡുകളിലേക്ക് ആയിട്ട്. സോ ഫിയറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ. ഓൾമോസ്റ്റ് ഒരു 50 വർഷത്തോളം കാലമായിട്ട് ഫിയറ്റ് ജേർണിയിലുള്ള ആളാണ് നമ്മുടെ ഫിയറ്റ് പുന്തോ അബാർത്തിൻ്റെ വിശേഷങ്ങൾ പറയാൻ വരുന്നത്. 50 വർഷക്കാലമായി ഫിയറ്റിനെ തന്നെ സ്നേഹിക്കുന്ന ഒരാൾ, ഫിയറ്റ് പുന്തോ അതിൻ്റെ അബാർത്ത്, അതായത് ഫസ്റ്റ് ജനറേഷൻ 2010 ഫിയറ്റ് പുന്തോ എടുത്തു. അത് കഴിഞ്ഞ് അതിൻ്റെ ക്രോസ് ഓവർ വണ്ടി എടുത്തു, അവഞ്ചുറ എടുത്തു. അത് കഴിഞ്ഞിട്ട് പുന്തോ അബാർത്തിൽ ഇപ്പോൾ സ്റ്റിൽ യൂസിങ് ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓൾമോസ്റ്റ് 50,000 കിലോമീറ്റർ ക്ലോക്ക് ചെയ്ത വണ്ടിയാണ്. സതീഷ് ഡോക്ടറിൻ്റെ വണ്ടിയാണ്. അപ്പം നമുക്ക് സതീഷ് ഡോക്ടറോട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ, മെയിൻ്റനൻസ്, ഇവനെ നയിക്കണമെങ്കിൽ ഇവൻ്റെ പവർ കോൺഫിഗറേഷനൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്നാൽ അധികം പറഞ്ഞു ഓർപ്പിക്കാതെ നമുക്ക് ഡോക്ടറെ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടറെ ഒന്ന് പായിച്ചാലോ? ടയർ സ്പിൻ ചെയ്തോ? കോർണറിങ്ങിലൊക്കെ നമ്മുടെ പുന്തോ അബാർത്താണ്. പുന്തോ അബാർത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് എ ലെജൻഡറി വൺ. ആൻഡ് എല്ലാവരും ഒത്തിരി ഫാൻ ബേസുള്ള വണ്ടിയാണ്. അപ്പോൾ അതിനെ സ്വന്തമാക്കിയിരിക്കുന്നത് നമ്മുടെ ഡോക്ടർ സതീഷ് സാറാണ്. ഡോക്ടർ സതീഷ് സാറിനെ എനിക്ക് തോന്നുന്നത് പുള്ളി ഭയങ്കര ഫിയറ്റ് ഫാനാണ്. സാറിനോട് തന്നെ നമുക്ക് ഫിയറ്റിൻ്റെ അല്ലെങ്കിൽ ഫിയറ്റ് പുന്തോടെ അബാർത്തിൻ്റെ വിശേഷം, ഇതിനു മുമ്പും ഫിയറ്റിൻ്റെ ഒരു ജേർണി തന്നെ സാറിനുണ്ട്. അപ്പം സാറിനോട് നമുക്ക് ചെയ്യിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. സാറേ, നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ഫിയറ്റ് പുന്തോ അല്ലേ? 2019 6 years ആവുന്നു. പുന്തോ അബാർത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു രോമാഞ്ചിഫിക്കേഷൻ ആണ്. അതിപ്പോ സാർ സിംഗിൾ യൂസ്ഡ് ആണോ അതോ? സിംഗിൾ യൂസ് ആണ്. സിംഗിൾ യൂസ്ഡ് ആണ്. അങ്ങനെ പുന്തോ അബാർത്ത് ആയിരുന്നു ആദ്യത്തെ? അല്ലല്ല, പുന്തോ ആയിട്ടുള്ള എന്റെ ബന്ധം തുടങ്ങിയിട്ട് 15 years. 2010 ആദ്യത്തെ പുന്തോ. 2009 ഇറങ്ങി. 2010 ഒരു 90 HP ഡീസൽ പെട്രോൾ ആയിരുന്നു. അല്ല, അത് ഡീസൽ. അതങ്ങനെ കുറച്ചാൾ ഉപയോഗിച്ചു. 4 years കഴിഞ്ഞപ്പോൾ അവഞ്ചുറ എന്ന് പറഞ്ഞ ഒരെണ്ണം, അപ്പൊ അതിനോട് പ്രേമം കൂടി അവഞ്ചുറ എടുത്തു. അത് കൊടുത്തു, മറ്റേ കൊടുത്തു. അവഞ്ചുറ എൻജോയ്ഡ് ദാറ്റ് കേട്ടോ. ഒന്നാന്തരം വണ്ടിയാണ്. റിയലി ഒരു നല്ല ക്രോസ് ഓവർ ക്രോസ് ഓവർ ആണെങ്കിൽ പോലും നല്ലൊരു SUV-യുടെ പ്രയോജനം അതുകൊണ്ട് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ വണ്ടിയും സിംഗിൾ യൂസാണ്, ഞാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വൈഫും അത്യാവശ്യം വണ്ടി ഓടിക്കും. എന്തായാലും അവർക്ക് ഈ വലിയ വണ്ടികളോട് വലിയ
താല്പര്യമില്ല. ചെറിയ വണ്ടി, ചെറിയ വണ്ടികളാണ്. സെന്ന്, അതിന്റെ കൂടുതൽ ലെജൻഡറി വേറൊരു സാധനം കൂടെ ഉണ്ടല്ലേ? അതെ അതെ, അതാണ് പുള്ളിക്കാരുടെ പെറ്റ്. നമ്മളിപ്പോ വീട്ടില് 2 പട്ടിയെ വളർത്തുന്ന പോലെ, അൾസേഷൻ അല്ലെങ്കിൽ കെനക്കോസോ ഫങ്ഷണലായിട്ടുള്ള, പിന്നെ പെറ്റായിട്ടൊരു ചെറിയൊരു ലാബല്ല, ചെറിയൊരു പൊമറേനിയൻ അല്ലെങ്കിൽ ഡാഷ്, അതുപോലെയാണ്. മെയിൻ പർപ്പസിന് വലിയ വണ്ടി, പിന്നെ പെറ്റായിട്ട് ചെറിയ വണ്ടി. ശരിക്കും ഫിയറ്റിനെ യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒത്തിരി ചോദിക്കുമല്ലേ, ഇതിന്റെ ആവശ്യമുണ്ടോ, അല്ല മാറി എടുക്കാൻ വരെ? അല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയട്ടെ, ഫിയറ്റ്സ് ആർ സെക്സി. ഫിയറ്റ് വണ്ടികളല്ല സെക്സി വണ്ടികളാണ്. എൻ്റെ ഒരു കൺസെപ്റ്റാണ്. യോജിക്കാം, യോജിക്കാതിരിക്കാം. സിൽക്ക് സ്മിത പറയുന്ന പോലെയാണ്. സിൽക്ക് സ്മിത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവേശമാണ്. ഭയങ്കര സ്റ്റൈലിഷാണ്, സെക്സിയാണ്, ഭയങ്കര. പക്ഷെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചാൽ പാടാം, അത് ബുദ്ധിമുട്ട്. അതുപോലെയാണ് ഫിയറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഫിയറ്റ് ഭയങ്കര, ഇതിനെ പറ്റി വാദവരാതെ സംസാരിക്കും. ഭയങ്കര സ്റ്റൈലിഷാണ്, അതാണ് ഇതാണ്, ഇറ്റാലിയൻ ഒക്കെ പറയും. പക്ഷെ വണ്ടി മേടിക്കുന്ന കാര്യം വരുമ്പോഴത്തേക്കും പതുക്കെ പുറകോട്ട് പോകും. എന്നിട്ട് ഒരു മാരുതി അല്ലെങ്കിൽ ഒരു ഹുണ്ടായി ഒക്കെ മേടിച്ചൊക്കെ സാറ്റിസ്ഫൈഡ്. ഫിയറ്റ് പോകുമ്പോൾ ഇങ്ങനെ നോക്കുകയും ചെയ്യും. അങ്ങനെയാണ് മെജോറിറ്റി ആൾക്കാരും. അല്ല, അതിന്റെ ഓണർഷിപ്പിന്റെ ബുദ്ധിമുട്ടുകൾ ഓർത്തിട്ടാണ് ഇവര് മേടിക്കാതിരിക്കുന്നത്. അപ്പൊ ഫിയറ്റിന് കുറച്ചൊരു മോശം ബാഗേജ് ഉണ്ടായിരുന്നു. അവർക്ക് സർവീസ് പ്രോപ്പർ അല്ല, ടാറ്റായുമായിട്ട് കൂടി. ഫിയറ്റ് ശരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെ അണ്ടർ റേറ്റ് ചെയ്തു. ഇന്ത്യൻ പൊട്ടൻഷ്യൽ അവർ മനസ്സിലാക്കിയില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തം ഡീലർഷിപ്പും ഒക്കെ ആയിട്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫിയറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തേ. ഇതുവരെ ടാറ്റായിട്ട് ചേർന്നു അങ്ങനെ. പക്ഷേ ഒരു നല്ല ഒന്നാന്തരം വണ്ടികൾ ഇവർ ഇറക്കി. ഒന്നാമത്തെ കാര്യം എൻ്റെ ഡിസൈൻ തന്നെ, അതിൻ്റെ ഭംഗി. നമുക്കിപ്പോൾ ആസ്റ്റൺ മാർട്ടിൻ ഒന്നും മേടിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. പക്ഷേ ഏതാണ്ട് അതിനോട് ഫെറാറിയൊക്കെ നമുക്ക് പണ്ട് തൊട്ടേ ഡ്രീം വെഹിക്കിൾസ് ആണ്. പക്ഷേ അതൊന്നും മേടിക്കാൻ ഇപ്പോൾ കപ്പാസിറ്റി ഇല്ല. പക്ഷേ ഏതാണ്ട് അതിൻ്റെയൊക്കെ ഒരു ഡിസൈൻ എലമെന്റ് ഇതിനകത്തുണ്ട്. ആ ഒരു ഷേപ്പിങ്, ആ ഒരു ഫ്ലോലെസ് ആണ് അതിൻ്റെ ഡിസൈൻ. ഒരൊറ്റ സ്ട്രെച്ചിൽ വരച്ച് ഫിനിഷ്, മറ്റേ വെട്ടും കുത്തും തിരുത്തും അവിടെ ഇവിടെ കോംപ്രമൈസ് ഒന്നുമില്ല. ഒറ്റ വര, നല്ലൊരു ആർട്ടിസ്റ്റ് ഒരൊറ്റ സിംഗിൾ ടച്ചിൽ വരച്ച് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തെറ്റുകളൊന്നുമില്ല. ഓരോ അംശത്തിലും അതിൻ്റെ DNA ഉണ്ട്. ഫിയറ്റ് DNA ഈസ് ഡിഫറെൻറ്റ്. എല്ലാവർക്കും ഒന്നും ഫിയറ്റിനോട് ഇഷ്ടം വരണമെന്നില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിൽ മാറത്തുമില്ല. അത് ഞാൻ ചോദിക്കാൻ കഴിയില്ല. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു വേറൊരു വണ്ടി ഉപയോഗിക്കുന്നുണ്ടോ ഇതായിട്ട്, കാർ എക്സെപ്റ്റ് കാർബൺ? വേറെ വണ്ടി യൂസ് ചെയ്യുന്നു? i20 ഇപ്പം വാങ്ങിയതാ, റീസെന്റ് വാങ്ങിയതാണ്. വീട്ടിൽ പണ്ട് തൊട്ടേ ഫിയറ്റ്സ് ആണ്. എൻ്റെ ഫാദർ 1975 ആദ്യമായിട്ടൊരു കാർ വാങ്ങുന്നത്. ആദ്യം ഒരു അംബാസഡർ മേടിച്ചു. പിന്നെ പുള്ളി ഫിയറ്റ്സ്, അന്ന് പ്രീമിയർ പ്രസിഡന്റ്, പ്രീമിയർ പത്മിനി, അന്നത്തെ സെക്സി വണ്ടികളാണ്. ഡോക്ടേഴ്സിന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ഫിയറ്റിന് ഒരു പ്രത്യേക ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. അംബാസഡർ അന്ന് ടൂറിസ്റ്റ് ആയിട്ടുണ്ട്. ഫിയറ്റ് നമ്മുടെ ഇവിടെ ഫിയറ്റ് അധികം ടാക്സി ഇല്ല. ബോംബെയിലൊക്കെയാണ്. കേരളത്തിലെ റോഡിന്റെ സ്ഥിതിയൊക്കെ അംബാസഡറിന് പറ്റിയതാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അംബാസഡർ ടാക്സികളായിരുന്നു. ഫിയറ്റ് ഓൺ വെഹിക്കിൾസ് ആയിരുന്നു. പ്രൈവറ്റ് വണ്ടികളൊക്കെ ഫിയറ്റ് ആയിരുന്നു. അന്ന് പിന്നെ വല്ലപ്പോഴും ഒരു ബെൻസോ, അന്നൊന്നും ഇത്രയും വണ്ടികളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇത്രയും ഇങ്ങനെ ഒരു ട്രാഫിക് ഇല്ല. വണ്ടികളുടെ വെറൈറ്റികൾ കുറവാണ്. വല്ലപ്പോഴും ഒരു നിസാൻ, ടൊയോട്ട വല്ലപ്പോഴും. ടൊയോട്ട അന്ന് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് മാരുതി വന്നു കഴിഞ്ഞ പിന്നാണ് വണ്ടികൾ വിപ്ലവം സൃഷ്ടിച്ചൊക്കെ 90s കൂടിയാണ്. മാരുതി 1000, പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ സീലോ എന്ന് പറഞ്ഞൊരു കാറുണ്ടായിരുന്നു. സീലോ, ദേവു. അത് കഴിഞ്ഞ് ഫിയറ്റ് ഇവിടുന്ന് പോയിട്ട് വീണ്ടും അവർ തിരിച്ചു വന്ന് മറ്റേ പാലിയോ. പക്ഷെ ഞാൻ പാലിയോ വാങ്ങിയിട്ടില്ല കേട്ടോ. പാലിയോയും CNI ഉണ്ട്. ഫിയറ്റ് എപ്പോഴും ഒരു അണ്ടർ പവർഡ് എഞ്ചിൻസാണ് ഇന്ത്യക്ക് തന്നുകൊണ്ടിരുന്നത്. അത് 75 bhp CNI ഒക്കെ സെക്സി വണ്ടിയാണ്, കാണാനൊക്കെ ഭയങ്കര ലുക്കാണ്. പക്ഷേ അവർക്ക് ആ എഞ്ചിൻ്റെ പവർ അന്നൊന്നും, പക്ഷേ ഈ പവറിനെ പറ്റി വലിയ ബോധേടുമല്ല. നമുക്കൊരു വണ്ടി വേണം, സ്പീഡ് വേണം. പവർ അല്ലെങ്കിൽ ടെക്സ്പെക്കിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. bhp അതൊന്നും എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷേ പിന്നെ കുറച്ചുകൂടെ ടെക്സാവി ആയപ്പോഴാണ് മനസ്സിലായത് ഈ bhp എന്താണ്, ടോർക്ക് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലായി തുടങ്ങി. എവല്യൂഷൻ എന്ന് പറയുന്ന പോലെ അല്ലേ? അതെ, പതുക്കെ നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പോഴും ഞാൻ പിന്നെ ഒരു കാർബൺ എടുത്തു. എന്തോ ഒരു കാർബൺ ഈസ് 2003. അന്ന് ആ കാർബൺ ആ ഒരു മോഡൽ സെന്നെ നിർത്തുന്നൊരു സമയമാണ്. അത് കഴിഞ്ഞിട്ട് പുതിയ മോഡൽ സെൻ വരുന്നു. കുറച്ച് നാളോടെ അത് റൺ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് വിഡ്രോ ചെയ്തു. അന്ന് സെൻ എടുത്ത് കുറച്ച് ആളൊക്കെ അതുകൊണ്ട് നടന്നു. അതൊരു വെറൈറ്റി വണ്ടിയാണ്. കാരണം എവിടെ ചെന്നാലും
സെന്നിനൊരു അട്രാക്ഷൻ ഉണ്ട്. അല്ല, കാർബൺ കുറച്ചുകൂടെ മീൻസ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. അതൊന്നും അറിയത്തില്ല, അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സെന്ന് 1800 മീൻസ് സെന്ന് വരുമ്പോഴത്തേനാണ് കുറച്ചുകൂടെ ക്യാഷ് ഉള്ളവർ. പക്ഷെ എവിടെ ചെന്നാലും അതിനൊരു അക്സെപ്റ്റൻസ് ഉണ്ട് ഏത് സദസ്സിൽ. അതാണ് സെന്നിന്റെ ഒരു പ്രത്യേകത. 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്നാലും സെന്നാണെങ്കിൽ കയറ്റിവിടും. അതാ ഞാൻ പറഞ്ഞേ, അന്നൊരു ആ ഒരു ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കാരണം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ സെന്നൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര. അന്ന് ഞാൻ കാർബൺ മേടിക്കുമ്പോൾ 4 പോയിന്റ് കുഞ്ചാക്കോ ബോബൻ കുഞ്ചാക്കോയുടെ പേരെന്താ, കുഞ്ചാക്കോ ബോബൻ. അയാളും ഞാനുമാണ് കോട്ടയത്ത് നിന്ന് 2 വണ്ടി എടുത്തത്. കോട്ടയത്ത് AVGയിൽ 2 വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കുഞ്ചാക്കോ ബോബൻ എടുത്തു, ഒന്ന് ഞാനെടുത്തു. ഒരെണ്ണം ഞാൻ എടുത്തപ്പോഴേ ഇതിന് മുമ്പ് വന്ന ഒരെണ്ണം കുഞ്ചാക്കോ ബോബൻ എടുത്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല പുള്ളി എടുത്തിട്ടുണ്ടോ, സത്യമാണെന്ന് അറിയില്ല, എന്നാലും പറഞ്ഞു. കുഞ്ചാക്കോ ബോബൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്. കുഞ്ചാക്കോ ബോബൻ ഇത് കാണുവാണ്, ഇതിന് കമന്റ് ചെയ്യണമെന്നല്ലേ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറൽ അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, അതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം 2003 സെന്ന്, 2010 ആദ്യത്തെ പുണ്ടോ, 2015 അവെഞ്ചുറ, 2019 അബാർത്ത്. ഇനിയിപ്പം ഫിയറ്റുകാരൊന്നും ഇറക്കാത്തതുകൊണ്ട് തൽക്കാലം ഇത് ഒന്ന് ഫിയറ്റിന് വന്നിട്ടുണ്ടെങ്കിൽ കാര്യം അതിന്റെ പൊതുവെ അതിനൊരു ചിത്രപ്പേരുണ്ട്, മെയിൻ്റെനൻസ് സർവീസ് കോസ്റ്റ്. ഇതുവരെ ഇതിന് പ്രശ്നം വന്നില്ല. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ജനറേഷൻ പുന്തോയിലാണ് വരുന്നത്. അല്ല, പുണ്ടോ അന്ന് എറണാകുളത്ത് സർവീസ് ഉണ്ട്. പിന്നെ വർഷത്തിലൊരു സർവീസ് മതി. വർഷത്തിലൊന്നും എറണാകുളത്ത് പോയി സർവീസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും അന്ന് തോന്നിയില്ല. അല്ല, ഞാനതൊരു ജേർണി, ഒരു തമാശയായിട്ടങ്ങ് എടുക്കും. ഒരു ദിവസം എറണാകുളത്ത് പോയി വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് സിനിമയൊക്കെ കണ്ടുപോരാമല്ലോ, ഒരു ഹോളിഡേ മൂഡിലങ്ങ് പോവാം. അങ്ങനെയായിരുന്നു. വർഷത്തിലൊന്നും എറണാകുളത്ത് പോകുന്ന വലിയ ബുദ്ധിമുട്ട് അന്ന് എനിക്ക് ഇല്ലായിരുന്നു. അന്ന് ഫീൽ ചെയ്തിട്ടുമില്ല. ഫാമിലി ആയിട്ടൊക്കെ പോകും. അപ്പൊ ഒരു കാര്യമുണ്ട് കേട്ടോ, സംസാരിച്ച ഡോക്ടർ പറഞ്ഞു പണ്ട് അംബാസിഡറുമായിട്ട് ബാംഗ്ലൂർ, ചെന്നൈ, എവിടെ ചെന്നൈ പൊക്കോണ്ടിരുന്നതാണ്. അപ്പൊ പിന്നെ അതൊരു റൈഡിങ് ഒരു ഫണ്ട്. അല്ല, ചെറുപ്പമല്ലേ, കോളേജ് പഠിക്കുമ്പോഴൊക്കെ അംബാസിഡർ ഓടിച്ച് ചെന്നൈ വരെ പോയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു നല്ല സ്മൂത്ത് ആയിരുന്നു ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇതെങ്ങനെ പോയി ടെക്നോളജി. അതെ, പക്ഷെ അന്ന് നമുക്ക് ഉള്ള ടെക്നോളജി എൻജോയ് ചെയ്തിരുന്നല്ലോ. ഇപ്പൊ ഇന്നത്തെ ഈ വണ്ടികൾ മേ ബി ഇൻ അനദർ 15 years ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആവില്ലേ. അന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അതുപോലെ നമ്മൾ ആ പ്രസന്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. പ്രസന്റ് ജീവിക്കുമ്പോൾ നമുക്കൊന്നും ബുദ്ധിമുട്ടില്ല. റേഡിയോ കാലഘട്ടത്തിന് മുമ്പ് ആൾക്കാർ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നു. തീർച്ചയായിട്ടും റേഡിയോ വന്നപ്പോൾ വലിയൊരു ഇന്നോവേഷൻ ആയിരുന്നു അല്ലേ. റേഡിയോ 60,000 രൂപയ്ക്ക് റേഡിയോ മേടിച്ച ആൾക്കാരെ എനിക്കറിയാം. 60,000 ഏർലി 40s 50s ഒക്കെ 60,000 രൂപയ്ക്കുള്ള റേഡിയോ ഉണ്ടായിരുന്നു. ഇതുപോലും കിട്ടാൻ പാടല്ലേ. അല്ല, പക്ഷെ റേഡിയോ വാസ് ഒരു പൊസഷൻ ആയിരുന്നു. അതാണ് ഇതൊക്കെ ഇത് പ്രൈഡ് ഓഫ് പൊസഷൻ, പ്രൈഡ് ഓഫ് ഓണർഷിപ്പ്. ഇതൊക്കെയാണല്ലോ പലപ്പോഴും നമ്മളെ വണ്ടികൾ. ഇപ്പൊ ഇതൊരു വലിയ, എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം ഹാപ്പി വിത്ത് ദിസ്. ഇത് വലിയ പൊസഷൻ ആണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെറും പുല്ല് പോലെ കളയുന്ന ഇത്രയും ആൾക്കാരുണ്ട്. അല്ല, അത് റയർ ആയതുകൊണ്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അതിന്റെ വില കൊണ്ടോ ഒന്നും ഇതൊരു വലിയ വണ്ടിയൊന്നും അല്ല. പക്ഷേ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ, അത് ഇപ്പം എനിക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സ്പോർട്സ് യൂട്ടിലിറ്റി മേടിക്കുള്ളൂ. സാധാരണ സെഡാൻ മേടിക്കത്തില്ല. ഈ ഫിയറ്റിനോടുള്ള താല്പര്യം തുടങ്ങിയതാണോ? അതെന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ആ ഡിസൈനോടുള്ള ഇഷ്ടമാണ്. ഫിയറ്റ് ഒരു മോശം വണ്ടി ഇറക്കാൻ ചിലപ്പോൾ ഞാൻ ഫിയറ്റ് ആയതുകൊണ്ട് മേടിക്കണമെന്നില്ല. ഫിയറ്റിനോടല്ല ഇഷ്ടം. അവരുടെ ആ ഒരു ഫിയറ്റിന്റെ DNA കുറേ സംഗതികളുണ്ടല്ലോ, അത് ഫിയറ്റിന്റെ ബാഡ്ജിൽ കിട്ടിയാൽ ഹാപ്പിയാണ്. ഫെറാറി ഫിയറ്റിന്റെ ആണല്ലോ. ഫെറാറി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന BMW ഒന്നും എനിക്ക് കാണാൻ ഇഷ്ടമല്ല. പലതും ഡിസൈൻ വൈസ് ഭയങ്കര മോശമാണ്. ഈ ചെത്തി വെട്ടി ഒക്കെ ഇങ്ങനത്തെ ഒരുപാട് ആ പാറ്റേൺസ് ഒന്നും ഒരു ഫ്ലുവൻ്റ് അല്ല. എവിടെങ്കിലും ഒക്കെ കൊണ്ട് അവർ വെട്ടി ചെത്തിയൊക്കെ വൃത്തികേടാക്കും. അങ്ങനെയാണ് എന്ന് പറയുന്നു. പക്ഷെ അത് പലപ്പോഴും സ്പോട്ടി ആവുന്നില്ല. മേ ബി എൻ്റെ കുഴപ്പമായിരിക്കും. ഞാൻ പഴഞ്ചനായതുകൊണ്ട് അങ്ങനെ പറയാമല്ലോ. അല്ല, ചില ഇഷ്ടങ്ങളൊക്കെ നമുക്ക് പോകത്തില്ല. ചില ഇഷ്ടങ്ങളൊക്കെ ഇൻബിൽറ്റ് ആണ്. അതിന് പാകത്തിനുള്ള ഒരെണ്ണം നമ്മളെ പാസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ഈ പാട്ട് പണ്ടേ ലോകത്തുള്ളതാണ്. പക്ഷേ നമ്മളുടെ ബ്രെയിനിലുള്ള ഈ വൈബ്രേഷൻ വേറെ എവിടെ നിന്നും കേൾക്കുമ്പോഴാണ് നമുക്കത് ക്ലിക്ക് ചെയ്യുന്നത്. ഈ വൈബ്രേഷൻസ് ഓൾറെഡി പ്രസൻ്റ് ആണ്. എല്ലാവർക്കും അത് റിസപ്റ്റേഴ്സ് ഇല്ല. അത് റിസീവ് ചെയ്യാൻ എല്ലാവർക്കും പറ്റത്തില്ലെന്നേ. സോ ഫിയറ്റ് ജേർണി അല്ലെങ്കിൽ ഫിയറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു ഭയങ്കര ഡിഫിക്കൽട്ടി ആണ്.
ഇതുവരെ ദൈവം സഹായിച്ചു എനിക്ക് ഇതുവരെ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. 2010 തൊട്ടും എനിക്ക് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അതുകൊണ്ടല്ലേ 2010 4 വർഷം ഉപയോഗിച്ചു, 60,000 കിലോമീറ്റേഴ്സ് കൊണ്ട് ഓടി, വലിയ നഷ്ടമില്ലാതെ കൊടുത്തു. 90 HP. അന്നും അത് എല്ലാവർക്കും ഒന്ന് അട്രാക്റ്റ്. അതിൽ ചെറിയ സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ടായിരുന്നു, എന്തോ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വൈറ്റ് ഫീറ്റ് എന്നൊക്കെ എഴുതി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ആൾക്കാരൊന്നും ഇങ്ങനെ തിരിഞ്ഞു നോക്കുക, അത് മതി, നമുക്കത് വർത്താണ്. ആരെങ്കിലും നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ഇന്ന ആളുടെ വണ്ടിയാണ്, അതൊരു ബ്രാൻഡിങ് അവിടെ. ശരി, ഞാനും എൻജോയ് ചെയ്യുന്നതാണ്. കാര്യം ഇപ്പൊ എന്റെ വണ്ടിയും കൊണ്ട് ഞാൻ പോകുമ്പോൾ ആണെങ്കിൽ എന്റെ വണ്ടിയിലിരുന്ന് ഞാൻ യാത്ര ചെയ്യുമ്പോഴത്തേനാണെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ വരികയല്ലേ, ചിലപ്പോൾ നമ്മുടെ കടയുടെ ഫ്രണ്ടിലെ ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ, അതിനകത്തിരുന്ന് നമ്മുടെ വണ്ടിക്കകത്തോടെ ഞാൻ ഇങ്ങനെ നോക്കും. കിട്ടുമ്പോ നമ്മുടെ വണ്ടി നമുക്ക് കാണാമല്ലോ, ഓപ്പോസിറ്റ് കാണാമല്ലോ. റൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് കാണാൻ പറ്റത്തില്ല, ആ ഫീൽ ചെയ്യുന്ന ഒരു സുഖം. അതെ. ചെറിയ അല്ല, എനിക്ക് എൻ്റെ ഈ 3 വണ്ടിയിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവഞ്ചൂറായാലും ഡോക്ടറുടെ വണ്ടിയാണ്, അത് ഡോക്ടറാണ്, ആ വണ്ടിയുണ്ട്, അത് ഡോക്ടറുടെ ആണ്. ഇറ്റ്സ് നോട്ട് വണ്ടിയുടെ വില കൊണ്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പം 10,000 ബെൻസ് ഉണ്ട്, പക്ഷെ അബാർത്ത് കുറവാണ്. ബെൻസുകാരൻ ഇതന്നെ നോക്കും, പക്ഷെ ഞാൻ ബെൻസിൽ നോക്കുകയില്ല. 10,000 ഉണ്ടല്ലോ, നമുക്ക് പറ്റാത്ത വണ്ടിയോ കൊണ്ടോട്ടെ. അവരിതെല്ലാം എൻ്റെ സെന്നിനും അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. ഒത്ത് ഒരു ആൾ വന്നിട്ട് ഞാൻ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുക്ക് വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് വണ്ടിക്ക് ചുറ്റും നടക്കുന്നു. അയാൾ വന്നിരിക്കുന്ന ഒരു മെഴ്സിഡീസിലാണ്, പയ്യനാ, എന്നെക്കാളും പോയി പയ്യനാ. ഓടി ഇത് മാരുതി ഇറക്കിയത് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ, മാരുതി സംഭവിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് പോയാണ്. അപ്പോൾ ഒരു ഫാൻസ് അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ ഭയങ്കരമാണ്, കിട്ടിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അതെ, അത്രേ ഉള്ളൂ. നമ്മൾ വാങ്ങിയത് മുതലായി എന്നൊരു സന്തോഷം, അത്രയൊക്കെ നമുക്ക് പറ്റുള്ളൂ. അല്ല, ഇതിനും അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. ഇപ്പം അറിയാം, ഡോക്ടർ ഈ വണ്ടിയൊക്കെ കാണുമ്പോൾ അത്യാവശ്യം അറിയാം. അബാർത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് കേരളത്തിൽ. അബാർത്ത് ഫാൻ ഫീറ്റിനേ ഉള്ളൂ നമുക്കൊരു ഫാൻ ബേസ് ഏറ്റവും കൂടുതലുള്ള ഒരു വണ്ടി. കാരണം അതിൻ്റെ വില കൊണ്ടൊന്നുമല്ല, അതൊരു ഐക്കോണാണ്. അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു അതെ, അതെന്തോ അങ്ങനെ ഉണ്ട്. ഫിയറ്റിനോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇന്ത്യൻ ക്രൗഡിനുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അങ്ങനെ ആള് ഇന്ത്യൻസിന്റെ DNA അത് ഫിയറ്റ് ഉണ്ട്. പെർഫോമൻസിനെ പറ്റി കൂടുതലൊന്നും പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 148 bhp 0 to 100 in 8.8 seconds with a solid feel. ഹാൻഡ്ലിംഗ് സൂപ്പർബാണ്. കോളറിംഗ് ഒക്കെ ഏറ്റവും സ്റ്റേബിൾ ആണ്. ഈവൻ പുണ്ടോയ്ക്കും അതെ, പുണ്ടോയ്ക്കും അവഞ്ചുറയ്ക്കും. പക്ഷെ അവഞ്ചുറയ്ക്ക് ഇത്രയും പിക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. 90 bhp നോർമൽ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ നമുക്ക് പുള്ളി ചെയ്യാം, കൊണ്ടുപോകാം, എവിടെ വേണേലും ധൈര്യമായിട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ഇതങ്ങനല്ല. ഇതൊരു മെരുങ്ങാത്ത കുതിര എന്നൊക്കെ പറയുന്ന പോലെ. വൈഫിനൊന്നും ഇത് ഓടിക്കാൻ പറ്റിയല്ല, ഇഷ്ടമല്ല, പേടിയാണ്. കാല് കൊടുത്തു അഗ്രഷൻ ആണെന്നുള്ള ഒരു അഗ്രസീവ് ലുക്കുണ്ട്. അതെ, ഞാൻ വല്ലാതെ വൈൽഡായിട്ട് വണ്ടിയൊന്നും ഓടിക്കില്ല കേട്ടോ. പക്ഷേ പവർ ടു ടാപ്പ്, നമ്മുടെ കാലിൻ്റെ താഴെ പവർ ഉണ്ടെന്നുള്ള ഒരു ഫീല് മതി. അത് മിസ്യൂസ് ചെയ്യത്തില്ല. വണ്ടിയുണ്ട് എൻ്റെ. ആരെങ്കിലും ഒന്ന് മത്സരിക്കുകയാണെങ്കിൽ ഞാനും വേണമെങ്കിൽ ഒന്ന്. പക്ഷേ റോഡിൽ അങ്ങനെ റോഡ് റേജോ കോമ്പറ്റേറ്റീവ് ഇതിലൊന്നും ഞാൻ ഡ്രൈവ് ചെയ്യാറുമില്ല. ഡ്രൈവ് ചെയ്യരുതെന്നാണ് എൻ്റെ അഡ്വൈസ്. നെവർ സീ. അത് നിങ്ങൾ റേസ് ട്രാക്കിൽ പോകും, റേസ് ട്രാക്കിൽ പോയി ഡ്രൈവ് ചെയ്ത് മത്സരിച്ചു. ചുമ്മാ ഈ റോഡിൽ MC റോഡിൽ മത്സരിച്ചിട്ട് എന്ത് കിട്ടാനാ? പബ്ലിക്കിന് പ്രശ്നം, നമുക്ക് ആക്സിഡന്റ് ഇടാൻ നമുക്ക് പ്രശ്നം അല്ലേ? എന്തിനാണ് ആവശ്യം? അതെ, ഒരു നല്ലൊരു സ്പീഡിൽ ക്ലോക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? 160 വരെ ഞാൻ പോയിട്ടുണ്ട്. പാലക്കാട്, തൃശ്ശൂർ പാലക്കാട് സ്ട്രെച്ച് ഉണ്ടല്ലോ, വടക്കഞ്ചേരി, അവിടെ ഒരിക്കൽ 160 പോകും, അതിലും കൂടുതൽ പോകും. പക്ഷേ എന്തോ വന്നാൽ പിന്നെ അതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട് നമ്മുടെ റോഡുകളിൽ. ഒരാൾ അല്ല വേണ്ട, ഞാൻ ജസ്റ്റ് അത് പോകില്ലെന്ന് അറിയാൻ വേണ്ടി വിട്ടത്. എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? നോർമൽ സ്പീഡിലൊക്കെ ഒരു 100-120 മിക്കവാറും ഒക്കെ അറിയത്തില്ല. നമ്മൾ 120 പോയാൽ നമ്മൾ അറിയില്ല. അതെ, നമുക്ക് 120 പോകാൻ തോന്നില്ല. പിന്നെ 4 വീലും ഡിസ്ക് ബ്രേക്കാണ്. അപ്പോൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഷോക്ക് അബ്സോർവറൊക്കെ മാഗ്നറ്റിക് മെറീലിയുടെ ഷോക്ക് അബ്സോർവറൊക്കെയാണ്. അതൊക്കെ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി. ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല, എല്ലാം സ്റ്റോക്കാണ്. കാരണം ഫാക്ടറി സെറ്റ് ഏറ്റവും നല്ല സ്പെക്കാണ് കമ്പനി ഫിയറ്റ് കൊടുത്തിരിക്കുന്നത്. അവരുടെ വണ്ടി ഏറ്റവും നന്നായിട്ട്. അതിൽ പിന്നെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി എത്ര ആഡ് ചെയ്താലും ഇത് ഫിയറ്റാ, വെറുതെ പൈസ കളയാന്നുള്ളത്. നിങ്ങളെ ഫിയറ്റുകാരനെ കിട്ടുന്ന റെസ്പെക്റ്റും ഫിയറ്റിൻ്റെ ഒരു
അപ്രീസിയേഷൻ ഇതിന് കിട്ടും. നിങ്ങൾ ഇതിനകത്ത് എക്സ്ട്രാ വർക്ക് ചെയ്താലും അതേ കിട്ടും. അതേ കിട്ടുള്ളൂ. അതേ കിട്ടുള്ളൂ. ഡിഫറൻസ് ഒന്നുമില്ല. അബാർത്തിന് കിട്ടുന്ന ഇതിനകത്ത് എന്ത് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ 500 BHP ആക്കിയത് ഇത് അബാർത്താണ്. അപ്പോൾ അബാർത്തിന് കിട്ടുന്ന കൂടുതൽ ബഹുമാനം ഒന്നും കിട്ടത്തുമില്ല. കിട്ടേണ്ട ബഹുമാനം അതിനുള്ള യൂസ് നമുക്കില്ല. ഇല്ല. അല്ല, ഇത് മേടിച്ചിട്ട് ഇതിൽ ലക്ഷങ്ങൾ മുടക്കി ഓൾട്ടർ ചെയ്യുന്നതിലൊന്നും വലിയ മീനിങ് ഇല്ല, ഒരിക്കലും ഇല്ല. അതിൻ്റെ ആവശ്യമില്ല. ചോദിച്ചു വരാറുണ്ട് പലരും, കൊടുക്കുമോ? അതുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ റെഡ് സ്റ്റിക്കറൊക്കെ അത് കുറച്ചുകൂടി ഒരു സെക്സി ലുക്കാണ്. റെഡും അതൊക്കെ റേസിൻ്റെ സിമ്പിളാണ് ഈ റെഡ് സ്റ്റിക്കേഴ്സ്. ഇവിടേക്കാണ് ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞു. ഒരുപാട് ഫ്ലാഷിയാണ്, ഒത്തിരി ഫ്ലാഷിയാണ്. റേസറിനൊന്നും ഇത്ര സ്റ്റെബിലിറ്റി ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും സോളിഡ് ഫീല് അതിനുണ്ടാവുന്നത്. കാരണം ഇത് 1200 കിലോ മിച്ചമുണ്ട്. പിന്നെ അതിൻ്റെ ഡോറൊക്കെ എന്ന് പറഞ്ഞാൽ ഹെവിയാണ്. ഒന്ന് തുറന്നടക്കണമെങ്കിൽ ഒരു 5 കിലോ ഡമ്പലെടുത്ത് അത് റീഅഷ്യൂറിംഗ് ആണ് വണ്ടിക്കകത്ത് കയറിയിരുന്നാൽ. പക്ഷേ ഇതിനോടൊപ്പം വന്നില്ലെങ്കിൽ എനിക്ക് പൊന്തോ 90 HP ഡീസൽ ഓടിച്ചിട്ട് കിട്ടിയ അതൊരു ഫീൽ, അതിൻ്റെ ഒരു അറ്റത്തെ ഫീൽ എടുക്കുന്ന പോളോ കിട്ടുന്നുണ്ട്. അല്ല, പോളോ ഇതിനു മുമ്പുള്ള ഏറ്റവും നല്ല വണ്ടിയായിരുന്നല്ലോ. പോളോയെ കമ്പീറ്റ് ചെയ്യാൻ ഇത് ഇറക്കിയത്. ഡ്രാഗ് റേസിലൊക്കെ അബാർത്ത് വിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ധാരാളം. ഞാൻ നേരിട്ട് റോഡിലൊന്നും മത്സരിച്ചിട്ടില്ല പോളോയായിട്ട്. പോളോ ഫാൻസ് ഉണ്ട് കേട്ടോ, ഒരുപാട്. പോളോയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ആ ബോക്സി ഷേപ്പ്, പോളോയുടെ ഒരു ബോക്സി ഷേപ്പിനോട് എനിക്കത്ര താല്പര്യമില്ല. ഇതിൻ്റെ ആ ഒരു ഒഴുക്കൻ ഫീല് അതിനില്ല. അത് മോശമാണെന്നല്ല, എൻ്റെ ഈസ്തെറ്റിക്സിന് അത് ചേരുന്നില്ല. വെറുതെ കിട്ടിയാലും എനിക്ക് വേണ്ട. ഇവനുണ്ടല്ലോ ശരിക്കും ഇവന്റെ അത്ര ഉള്ള സാധനം പോളോക്കില്ലല്ലോ എന്ന് പറയുന്നു. നമ്മൾ പോളോക്കാരെ വിഷമിപ്പിക്കാൻ പാടില്ല. അവർ ചിലപ്പോൾ കമന്റ് ഇടും, പോളോ കഴിഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത്. അല്ല, ഈ 140 i20 നല്ല എൻലൈൻ 120 ഉള്ളൂ. പക്ഷേ ഇറ്റ് സ്മൂത്ത്, നല്ല റിഫൈൻഡ് എഞ്ചിനൊക്കെയാണ്. ഈ പറഞ്ഞ പോലെ അതൊരു സ്പോർട്ടി ഡിസൈൻ ആണ് വണ്ടി ശരിക്കും. ഒരു പോളോയായിട്ട് അല്ല, i20 ബെറ്റർ ആയി വരുന്നുണ്ട്. പഴയ ഡിസൈൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ്. പക്ഷേ ഇപ്പോഴും ഒരുപാടിടത്ത് കോംപ്രമൈസ്ഡ് ആണ്. പുതിയ ഡിസൈൻ ആൾക്കാർക്ക് മറ്റേ പഴയ i20 കണ്ടിട്ട് പുതിയ ഡിസൈൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ഒത്തിരി ആൾക്കാരുണ്ടല്ലേ. അതൊരു ഫാക്റ്റാണ്. പക്ഷേ കുറച്ചുകൂടെ കോമ്പാക്ട് ഡിസൈൻ പുതിയതാണ്. ഐ ഫീൽ ലൈക്ക് ദാറ്റ്. അല്ലല്ല, എനിക്കിഷ്ടമാണ് i20. നമ്മളിതെല്ലാം നമ്മളിൽ ഇഷ്ടപ്പെട്ട് വരുമല്ലോ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പലപ്പോഴും അപകടമാണെന്നാണ്. കാരണം പിന്നെ ജീവിച്ചു കഴിയുമ്പോൾ ഇത് മനസ്സിലാവും ഇതൊന്നും കാര്യമില്ല. പതുക്കെ ബിൽഡ് ചെയ്ത് വരുന്നതാണ് ലാസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ആദ്യമൊക്കെ തോന്നുന്ന വെറുപ്പ് പതുക്കെ ഇഷ്ടമായി വന്ന് അങ്ങനെയാണെങ്കിൽ അത് കൂടുതലാണ് മെയിൻ്റനൻസ്. ലക്ലി എനിക്ക് ഇതുവരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുകൊണ്ട് വന്നിട്ടില്ല. ഇതിപ്പോൾ 50,000 താഴെ ആയിട്ടുള്ളൂ. 50,000 in 6 years. കോവിഡൊക്കെ ആയിരുന്നപ്പോൾ ഒത്തിരി ഓട്ടം വളരെ. പിന്നെ എൻ്റെ പ്രൊഫഷൻ വൈസ് എനിക്ക് വലിയ ഓട്ടമൊന്നും എല്ലാ ദിവസവും ഇല്ല. തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സർവീസ് കോട്ടയത്ത് അവൈലബിൾ ആയിരുന്നു ടിൽ ലാസ്റ്റ് ഇയർ. പക്ഷേ ഇപ്പോഴ് കോട്ടയത്ത് നിർത്തിപ്പോയി. ഡീലർഷിപ്പ് ഉണ്ടായിരുന്നു. ജീപ്പിൻ്റെ ഡീലർഷിപ്പ് തന്നെയാണ് അവർ, ഹൈസൺ അവരാ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴ് അവർ നിർത്തിയത്. കോട്ടയത്ത് ഇനിയിപ്പോൾ സർവീസ് വേണമെങ്കിൽ എറണാകുളത്ത് പോവുകയുള്ളൂ. എല്ലാ ഷോറൂമിൽ തന്നെയാണോ ആഫ്റ്റർ മാർക്കറ്റ്? എല്ലാം അല്ലാതെ എല്ലാ ഷോറൂം അല്ല. ഇപ്പോഴ് കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ളത് കോട്ടയത്ത് ഡീലർഷിപ്പിലല്ല. സ്പെയർ പാർട്സ് കിട്ടാൻ ചെറുതൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അബാർത്ത് എന്നുള്ള ഒരു ബാഡ്ജി, അബാർത്ത്. പിന്നെ അതിൻ്റെ ആ ഒരു അബാർത്തിൻ്റെ ആ ഒരു ഫെറാറി എന്ന് പറയുന്നത്, ഓടിങ്ങിയ ഫെറാറി, ഓടിങ്ങിയ അബാർത്ത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സോളിഡ് ഫീൽ. ഇത്രയും സോളിഡ് ആയിട്ടുള്ള കാർ ഞാൻ വേറെ ഓടിച്ചിട്ടില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഈവൻ ഒരു 30 lakhs പ്രൈസ് റേഞ്ചിൽ പോലും ഇത്രയും നല്ല സോളിഡ് വെഹിക്കിൾ ഇല്ല. ശരിക്കും അന്ന് കാലഘട്ടത്തിൽ, മീൻസ് 2020 2019 കാലഘട്ടത്തിൽ അതൊരു ഓവർ പ്രൈസ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അല്ല, ഇത് പ്രൈസ് കുറഞ്ഞപ്പോഴാണ് മേടിച്ചത്. ആദ്യം ഇറങ്ങിയപ്പോൾ 13-14 lakhs ആയിരുന്നു. 15 ഇറങ്ങിയത്. 15 ഇറങ്ങുമ്പോൾ ഞാൻ അവഞ്ചറോ മേടിച്ചതേ ഉള്ളൂ. അവഞ്ചറോ മേടിച്ച് കഴിഞ്ഞ ഒരു വിത്തിൻ 6 months ഓസോ ഈ അബാർത്ത് അവർ ലോഞ്ച് ചെയ്തു. പക്ഷെ അപ്പോൾ എനിക്ക് അവഞ്ചറോ വാങ്ങിയതല്ല അവൾ. പിന്നെ 4 years കഴിഞ്ഞു. അപ്പോൾ ഇവരത് അവസാനം ഇവർ നിർത്തി പോകാൻ നേരത്താണ്. അപ്പോൾ എത്ര രൂപ ലാഭം കിട്ടിയായിരുന്നു? ഞാൻ മേടിച്ചതുകൊണ്ട് ബിറ്റ്വീൻ 8 and 10 അത്രേ ആയുള്ളൂ എനിക്ക്. അത്രേ ഉള്ളൂ. അല്ല, അത് അവർക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലേ, ജനത്തിന് ഇഷ്ടമാണ് വണ്ടി.
ഇത് സിൽക്ക് സ്മിതയാണ്, പക്ഷെ കല്യാണം കഴിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. വെറുതെ കിട്ടിയാൽ കൊണ്ടുപോവാം. നമ്മളത് കാത്തിരുന്നു വരുവാനായിട്ടുള്ള. അല്ല, നമുക്ക് ഇതിനോട് ഇഷ്ടമായിരുന്നു, പക്ഷെ 2 കല്യാണം ഒരുമിച്ച് കഴിക്കാൻ പറ്റും. അവഞ്ചുറ മേടിച്ചു, പിന്നെ ഉടനെ കൊണ്ട് മേടിക്കുന്നത് ഒരു മര്യാദ ഇല്ല. അതുകൊണ്ട് അവഞ്ചുറ പോയപ്പോൾ പിന്നെ അവർ പ്രൈസും കുറച്ചു. അവഞ്ചുറ എത്ര 4 years 60,000. 60,000 കിലോമീറ്റർ അല്ലേ? അതും വാങ്ങിയ ആളിനും നല്ല 3.7 3.8 ഞാനത് കൊടുത്തു. ഞാൻ വാങ്ങുമ്പോൾ 10 രൂപ 10 lakhs. അവഞ്ചുറയുടെ പക്ഷേ പറയുകയാണെങ്കിൽ റൈഡ് കുറച്ചുകൂടെ സുഖം അതാ. കുറച്ചുകൂടെ വലിയ ടയറും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഇതിനേക്കാളും ഉണ്ട്. ഒരു SUV-യുടെ ഒരു ഫീൽ ലൈക്ക്. ശരിക്കും ഇവിടുത്തെ സബ് കോമ്പർ SUV-യുടെ ഒരു വലിപ്പമൊക്കെ ഈ വണ്ടിക്ക് വരുന്നുണ്ട്. വലിപ്പമല്ല, മറ്റേ അവഞ്ചുറയ്ക്ക് കുറച്ചുകൂടെ വലിയ ടയർ 205, ഇത് 195 ആണ്. 195 പക്ഷേ 16 ഇഞ്ച് അല്ലേ? 16 ആണ്. പക്ഷെ എന്നാലും അവഞ്ചുറ അങ്ങനെ ഒരു കാർപ്പറ്റ് ഫീല് ഇതിന് ഇല്ല. ഇത് കുറച്ചുകൂടെ സ്റ്റിഫാണ് ഈ സസ്പെൻഷൻ, കാരണം പെർഫോമൻസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതായതുകൊണ്ട്. അവഞ്ചുറ അത്ര പെർഫോമൻസ് ബേസ്ഡ് ആണ്. ഇനിയിപ്പം ഫിയറ്റുകാരൻ വേറെ ഏതെങ്കിലും ഇറക്കുന്നവർ ഇത് കൊണ്ട് നടക്കുക. അല്ല, വേറെ ഏതെങ്കിലും വാങ്ങില്ലെന്നല്ല, പക്ഷെ ഇത് കളയുന്നില്ല. വേറെ ഫിയറ്റിനോട് വണ്ടികൾക്ക് താല്പര്യം തോന്നിയോ? നമ്മുടെ ഇവിടെ ഇല്ലാത്ത വണ്ടികളൊക്കെ അല്ലെങ്കിൽ ഫിയറ്റ് 500X. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഒരു വണ്ടി എനിക്ക് ആഗ്രഹം ഉണ്ടാവും, ഫിയറ്റ് 500X. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തു. അതെ അതെ, 500X സെക്സി, അതുപോലത്തെ ഒരു വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ അതിനൊരു സൗകര്യം കിട്ടിയാൽ ഞാൻ ബെൻസ് വാങ്ങുകയല്ല, BMW വാങ്ങുകയല്ല, ഫിയറ്റ് 500X ആണ്. പക്ഷേ അത് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ലല്ലോ. ഇല്ല, ഇമ്പോർട്ട് ചെയ്യണം. ജീപ്പ് കോമ്പസ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ പിന്നെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണോ എന്നൊരു സംശയം. 30 ലക്ഷം രൂപയ്ക്കുള്ള ഒരു വണ്ടി അത് തോന്നുന്നില്ല. ആദ്യം ഇറങ്ങിയ സമയത്ത് അതിന് ഭയങ്കര പ്രൈഡ് ഉണ്ടായിരുന്നു, മീൻസ് ഒരു ഭയങ്കര പുള്ളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഓവർ ദ ടൈം മാറി. അങ്ങനെ ഒരു വിഷയം വേറെ ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയതിൽ ഫോക്സ് വാഗന്റെ ഒരു ടിഗ്വാനും സ്പെക്കൊക്കെ നല്ല ഇതാണ്. ബ്ലാക്ക് ടിഗ്വാൻ കാണാനും നല്ലതാണ്. പിന്നെ ബ്ലാക്കിനോടൊരു ഒരു ഫിക്സേഷൻ ഉണ്ട്, എന്താണെന്നറിയില്ല. കംഫോർട്ട് ആൻഡ് കൺവീനിയൻസ്, കാരണം ബാക്കിയുള്ള വണ്ടികളുടെ അത്ര യാത്രാസുഖം അതിനേക്കാളും യാത്രാസുഖമാണ്. മറ്റു പല വണ്ടികളെക്കാളും ഒക്കെ യാത്ര. ബാക്ക് സീറ്റ് എനിക്ക് അറിയില്ല, കാരണം ഞാൻ ഡ്രൈവ് ചെയ്തിട്ടേ ഉള്ളൂ. ബാക്ക് സീറ്റിൽ ഇരുന്നുള്ള യാത്ര ഇല്ല, ഉണ്ടായിട്ടില്ല. സിംഗിൾ യൂസ് തന്നെയാണ്. സിംഗിൾ യൂസ് ആണ്. വൈഫ് ഓടിച്ചിട്ടുണ്ട്. ഫാമിലി യാത്രകളൊക്കെ ഇതിനകത്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബൈക്കോട്ട് വൈഫും ഞാനും മോളും ഞങ്ങൾ 3 പേരും കൂടെയൊക്കെ പോകാറുണ്ട്. 3 പേരും 3 സ്ഥലത്താണ്. മോള് വെളിയിലാണ്, ഞാനിവിടെ. വൈഫിന്റെ വണ്ടിയുണ്ട്. അങ്ങനെ അപ്പം ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റിലുള്ള വേക്കൻസികളേ ഉള്ളൂ അല്ലേ? അവിടെ രണ്ടും അടിപൊളിയാണ്. ഇതിന്റെ സസ്പെൻഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിപ്പം പലരും ബെൽസ്റ്റീനും അതുമൊക്കെ പറയുന്നുണ്ട്. ബെൽസ്റ്റീന് കോണിയൊക്കെ പറയുന്നുണ്ട് നല്ലതാണെന്ന്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി മേടിച്ചിട്ടിട്ട് ഇനി അത് ശരിയായില്ലെങ്കിൽ പക്ഷെ നമുക്കൊരു കംഫർട്ട് അത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഐ എം റെഡി ടു പേ ഫോർ ദാറ്റ്. ഇനിയിപ്പോൾ മുമ്പോട്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ലക്കിലി എനിക്ക് 1-2 നല്ല സുഹൃത്തുക്കൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. മുന്നോട്ട് സർവീസിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകളില്ലേ? ഓട്ടം കുറവായതുകൊണ്ട് അധികം ഒന്നും വരില്ല എന്ന് വിചാരിക്കുന്നു. അതെ അതെ, 1 lakh എങ്ങനെയായാലും കൊണ്ടുപോവാം. ഇനിയുണ്ടൊരു 5 വർഷം കൂടെ പീരിയോഡിക്കായിട്ട് മെയിൻറ്റെയിൻസ് ചെയ്യുമല്ലേ? വർഷത്തിലൊരു സർവീസ്. സർവീസ് കോസ്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ? സർവീസ് കോസ്റ്റ് ഒക്കെ മിനിമല്ലേ ഉള്ളൂ. 7,000 8,000 പോട്ടെ, ലെസ് ദാൻ 10,000 നോർമൽ സർവീസ് കഴിയും. പിന്നെ ടയർ ഓട്ടം കുറവായതുകൊണ്ട് ടയറിന്റെ ഒക്കെ ചിലവ് കുറവാണ്. മൈലേജ് ഐ ഗെറ്റ് അറൌണ്ട് 12-13. അത്രയും കിട്ടുന്നുണ്ട്. നോർമൽ ഡ്രൈവിംഗ്. ഞാൻ ഒരുപാട് അങ്ങനെ വലിയ വൈൽഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ഒന്നുമില്ല. എനിക്കറിയാം, ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, കോമ്പറ്റേറ്റീവായിട്ട് ഓടിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ സമയത്തൊന്നും അങ്ങനെ ചെയ്യാറില്ല, ചെയ്യരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എൻ്റെ പുറകെ വന്ന് ഒരുപാട് ഓടടിച്ച് മെനക്കെടുത്താണെങ്കിൽ ഞാൻ ചിലപ്പോൾ സൈഡ് കൊടുക്കുകയില്ല, ഞാനും കയറി പോകും. അങ്ങനെയുള്ളൂ. ഒരുപാട് പൊക്ക് ചെയ്തിട്ടുണ്ട് ചിലരൊക്കെ. ചിലപ്പോഴൊക്കെ പുറകെ വന്ന് ശല്യം ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാനും ചിലപ്പോൾ വന്നിങ്ങനെ നീട്ടി ഓണടിച്ച് കേൾപ്പിക്കുക. കയറ്റി വിട്ടിട്ട് ഞാനും ഇത് തന്നെ ചെയ്യും. ഞാനും ഇങ്ങനെ ഓണടിച്ച് കേൾപ്പിക്കും. അല്ല, അവരും മനസ്സിലാവണമല്ലോ ഈ ബുദ്ധിമുട്ട്. ടയർ സ്പിൻ ചെയ്തോ? ഇതുണ്ട്, സ്റ്റിയർ ഇതുണ്ട്. അത്ര അഗ്രഷൻ സ്റ്റിയർ എന്നാണ് പറയുന്നത്. ടോർക്ക് സ്റ്റിയർ. എനിക്ക് അതുകൊണ്ടായി
ഡബിൾ ഡിസ്ക് ആയിട്ട് വലിയ കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും വിടാറില്ല കേട്ടോ. ഈ സീറ്റിന് ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര ബാക്ക് ബോൺ സപ്പോർട്ട് നന്നായിട്ട് അത് ഇത് ചെയ്തിട്ടുണ്ട്. എർഗണോമിക്കലി ഡിസൈൻഡ് ആണത്. ഫീച്ചേഴ്സ് ഇതിന് ഒരുപാടുണ്ട്, പണ്ട് തൊട്ടേ ഉണ്ട്. പക്ഷെ പലരും അത് ഹൈലൈറ്റ് ചെയ്തൊക്കെ പറയുമ്പോഴും നമുക്കും ഇതുണ്ടെന്നുള്ള ഇവർ അഡ്വർടൈസ് ചെയ്യത്തില്ല. ഓ, ബാക്കിയുള്ള ബ്രാൻഡിനെ പോലെ ആ ഫീച്ചർ ഈ ഫീച്ചർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇതൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ ഇവർക്ക് എക്യുപ്മെന്റ് ലെവലിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും അവര് 2019 വണ്ടിക്കകത്ത് ഇതൊക്കെ അന്നത്തെ അത്യാവശ്യം ഫീച്ചേഴ്സ് അല്ലേ. പക്ഷേ ഇപ്പൊ ഹുണ്ടായി പോലുള്ള മോഡൽസിനൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഭ്രാന്താവും. അതുപോലത്തെ സാധനങ്ങളുണ്ട്. എന്തിനൊക്കെയാന്ന് ഇപ്പോഴും എനിക്ക് മറ്റേതിനകത്തും എനിക്ക് അറിയത്തില്ല എന്തൊക്കെ ചെയ്യേണ്ടത്. ബേസ് വണ്ടി എന്ന് പറയുന്നത് ഈസ് ടു ഡ്രൈവ് അല്ലേ, അത് ലഹരിയാണ്. ശരിക്കും പറഞ്ഞ ഒരു സ്പോർട്ടി സൗണ്ട് ഒക്കെ അകത്തോട്ടുണ്ടല്ലോ. ശരിക്കും അകത്തുണ്ട്, പക്ഷെ വെളിയിലൊന്നും കൊടുത്തിട്ടില്ല അവര്. ഇല്ല. ഞാൻ ഈ ആഫ്റ്റർ മാർക്കറ്റിൽ വലിയ കാശ് മുടക്കാൻ താല്പര്യമില്ല. കാരണം നമ്മൾ എത്ര, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളിത് എത്ര മുടക്കിയാലും പൊണ്ടോയ്ക്ക് കിട്ടേണ്ട ബഹുമാനം പൊണ്ടോയ്ക്ക് കിട്ടും, അതിൽ കൂടുതൽ കിട്ടത്തുമില്ല. നമ്മൾ വെറുതെ കാശ് മുടക്കിയിട്ട് നമുക്ക് തന്നെ സ്വയം ഒരു എന്റെ വണ്ടിയിൽ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ സ്വയം വിചാരിക്കാന്നല്ലാതെ അതൊന്നും ഒരു അപ്രീസിയേഷന് ഉണ്ടാവുന്നില്ല. ഇതിന്റെ പെർഫോമൻസ് കേറ്റത്തിൽ ഇത് ഈസ് ഹാപ്പി. അതായത് കേറ്റം കയറാൻ ഭയങ്കര മിടുക്കനാണല്ലേ. ഇത് ലാഗ് വരുന്നുണ്ട്, ഇൻഷ്യൽ ലാഗോ അങ്ങനെ നമ്മുടെ ടർബോ വലിയ കാര്യമായിട്ടൊന്നും ലാഗൊന്നും അറിയാനില്ല. കാരണം ഇത്രയും പവർ ഉള്ളതുകൊണ്ട് 1.4 ലിറ്റർ എഞ്ചിൻ കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് അത്ര ലാഗ് വരത്തില്ല. അറിയത്തില്ല. ഇനി അങ്ങനെ ഒരു ലാഗ് ഉണ്ടെങ്കിലും അതോ ബേക്കപ്പ് ചെയ്യാനുള്ള പവർ പുറകെ വരുന്നുണ്ട്. അടിയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. പവർ ടു ടാപ്പ് അടിയിലുണ്ട് അവിടെ. വെയിറ്റിംഗ്, അണ്ടർ വെയിറ്റിംഗ്. എങ്ങനെ വേണമെങ്കിലും 0 to 100 in 8 seconds. 8.8 seconds. ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലേ. പിന്നെ നമ്മള് ഗിയർ ഷിഫ്റ്റിംഗിന്റെ ഡിഫറൻസിന് അതൊക്കെ ചിലപ്പോൾ ചിലർക്ക് ഓരോരുത്തരുടെ ഡ്രൈവിംഗ് ഇതുപോലൊക്കെ ഇരിക്കും. പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് കിട്ടും, അത്ര കിട്ടും. പെർഫോമൻസിന് പിന്നെ തോപ്പിക്കാൻ വേറെ മീൻസ് ഈ സെഗ്മെന്റ് ഡ്രാഗ് റേസ് ഒക്കെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ എന്താ പോളോയൊക്കെ ബീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പോളോ 109 bhp 100 സംതിങ് bhp ഉള്ളൂ ആ പടയിന്. പോളോ കമ്പ്യൂട്ട് ചെയ്യാൻ ഇറക്കിയത് ഓൺലി ബിക്കോസ് ഫിയറ്റ് എന്നുള്ള ആ ഒരു ബാഡ്ജ് വന്നുകൊണ്ട് മാത്രമാണ്. ഫിയറ്റുകാർ ഇവിടെ ഒരുപാട് ബാഗേജ് ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്. ആ ഒരു ചീത്തപ്പേരുള്ളതുകൊണ്ട് മാത്രം ക്ലിക്ക് ചെയ്യാൻ പോയ ഒരു കാറായത്. അല്ലെങ്കിൽ ഇവനെ എവിടെ എത്തേണ്ട സാധനം മുതൽ. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവന് ഭയങ്കര ഡിമാൻഡ്. അതെന്താ പിന്നീട് ആൾക്കാർക്ക് മനസ്സിലായി വരുന്നത് ഇതൊരു നല്ല വണ്ടിയായിരുന്നു. അകത്തും നല്ലൊരു റേസിന്റെ സൗണ്ട് ഫീൽ കിട്ടുന്നുണ്ടല്ലേ. കോർണർ ചെയ്താലൊന്നും ഒരു സ്പീഡിലൊക്കെ കോർണർ ചെയ്യാം, ഒരു വിഷയമില്ല. അവിടെ ഒന്ന് സ്പിൻ ചെയ്ത് സ്റ്റേബിൾ ആണ് വണ്ടി ഭയങ്കര അല്ലേ. കോർണറിംഗ് പറഞ്ഞാൽ എന്റെ അമ്മോ, ഇതൊന്നും ബാക്കിയുള്ള വണ്ടികളെ കുറിച്ച് ആലോചിക്കാൻ പറ്റത്തില്ല. ഇത്ര സ്റ്റേബിൾ ആയിട്ടല്ലേ, ഒരു ജെർക്ക് ഫീലിംഗും ഇല്ല. അല്ല, അതാണ് പറയുന്നത്, വി ഹാവ് ദാറ്റ് പവർ വിത്ത് us. നമ്മൾ ആവശ്യത്തിന് യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഒരു നല്ല സാധനമുണ്ട്, രണ്ടിടത്ത് മാത്രം ഉപയോഗിക്കുക. വെറുതെ മിസ്യൂസ് ചെയ്ത് ബാക്കിയുള്ളൊരു ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, അത് ഞാൻ ഡോക്ടർ പറയുമ്പോൾ കുറയും. ഓക്കെ, നമ്മള് വിചാരിക്കുന്നില്ലല്ലേ. എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ. പിന്നെ ഞങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ഈ മുന്തോടെ അബാർത്തിന്റെ സ്പെഷ്യൽ അബാർത്ത് വീഡിയോ ചെയ്യാൻ പോകാന്ന് പറഞ്ഞപ്പോഴേ എന്റെ ഫ്രണ്ട് ചോദിച്ചു, ഡോക്ടറോട് ചോദിക്കണം വണ്ടി കൊടുക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ വില പറഞ്ഞോളം പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇല്ല, കൊടുക്കുന്ന കാര്യം നമ്മൾ കൊച്ചിനെ നമ്മൾ കൊടുക്കുവോ എന്ന് ചോദിക്കുന്ന പോലെ അത്രേ ഉള്ളൂ. അപ്പോൾ സെന്നിന് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, കാർബണും ചോദിച്ചിട്ട് വരുന്നുണ്ട്. പക്ഷേ പ്രോബ്ലം ഈസ് കൊടുക്കുമായിരിക്കും ചിലപ്പോൾ. പക്ഷെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്ക് പല ദിവസങ്ങളും ചിലപ്പം ട്രെയിൻഡ് ആയിരിക്കും, ഭയങ്കരമായിട്ട് വിഷമം തോന്നിയേക്കാം. അതുകൊണ്ട് അത് വേണ്ട, ഈ സാധനം ഇനി കിട്ടത്തില്ല. അത് തന്നെ, അത് നമ്മുടെ ഒരു ഭാഗം പറിച്ചോട്ട് പോകുന്ന പോലെ. 15 കൊല്ലത്തെ ഫിയറ്റ് അല്ല, ഫിയറ്റുമായിട്ടുള്ള അസോസിയേഷൻ അതിന് മുമ്പുണ്ട്. 50 years. 75 പ്രീമിയർ പത്മിനി പ്രസിഡന്റ് പത്മിനി ഫിയറ്റ്സിന്റെ ആ കൊച്ചു കൊച്ചു വണ്ടികൾ കുറെ കാലം, ഡീസൽ ഫിയറ്റ്
അത് കഴിഞ്ഞിട്ട് പ്രീമിയർ 118 NE ഫാദറിൻ്റെ ഒരു ഡ്രീം വെഹിക്കിളായിരുന്നു. അത് കൊണ്ടസ ഇറങ്ങിയ സമയത്ത് കൊണ്ടസായും പ്രീമിയർ 118 ഒക്കെ ഒരുമിച്ച് ഇറങ്ങി. അന്നൊരു 118 വാങ്ങിയിരുന്നു. ഞാൻ എൻ്റെ കല്യാണത്തിനൊക്കെ ആ വണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെൻ, സാധാരണ സെൻ. പിന്നീടാണ് കാർബണിലേക്ക്. കാർബൺ ഇപ്പം 23 വർഷമാകുന്നു, 23 വർഷത്തോളമായി. ഓൾമോസ്റ്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നിസാര ഫിയറ്റ് എക്സ്പീരിയൻസ് അല്ല. എന്തുകൊണ്ടാണ് ഫിയറ്റ് ഫാൻ ബോയ് എന്ന് വേണമെങ്കിൽ? അതാ ഫിയറ്റിൻ്റെ ഇഷ്ടം ഇത് തന്നെയാണ്. അത് ആ ഫിയറ്റിനോടൊരു ഇഷ്ടം തോന്നിയാൽ പിന്നെ അതിൽ നിന്ന് മാറ്റാൻ പാടാണ്. കാരണം ഒന്നാമത്തെ കാര്യം അതിൻ്റെ ഷേപ്പായിരിക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഷേപ്പുകളാണ് ആദ്യം ഇറങ്ങിയ പുണ്ടോയാണ് ഏറ്റവും ഭംഗിയുള്ളത്. ടൈംലെസ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഇറങ്ങിയ ബ്ലാക്ക് പുണ്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക്. പക്ഷേ അതെന്തോ ഫിയറ്റിൻ്റെ ബ്രാൻഡിൽ വന്നുകൊണ്ടായിരിക്കും അവർ പക്ഷേ ക്ലിക്ക് ആവുന്നത്. അല്ല, അത് ഹുണ്ടായി എന്നുള്ള പേരിൽ ഇറക്കിയാൽ മതിയായിരുന്നു. മാരുതിക്കാർ ഇറക്കിയാൽ മതിയായിരുന്നു. അതെ അതെ അതെ, അങ്ങനെ ഒരു വിഷമമുണ്ട്. പുണ്ടോ അല്ല, ഫിയറ്റിൻ്റേത് പോയപ്പം ഞാൻ ഏറ്റവും വിഷമിച്ച ഒരാളാണ്. പക്ഷേ അത് ഇനി ഇതുപോലത്തെ ഒരു വണ്ടി കിട്ടുകയല്ലോ എന്ന്. എന്നാണെങ്കിൽ ഓൾമോസ്റ്റ് 50 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഫിയറ്റ് എന്ന് വേണമെങ്കിൽ ഇവിടെ വിശേഷിപ്പിക്കാം. കാരണം ഒരു ജേണിയാണ്, ജേണി ഓഫ് ഫിയറ്റ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാണെങ്കിലും ഇനിയും തുടരും മുന്നോട്ട്. ഇവനൊരു പ്രിസർവ് ചെയ്ത് വെക്കുക എന്നുള്ള പറഞ്ഞ പോലെ തന്നെ ഇവനെപ്പോഴും ഇവിടെ തന്നെ കാണും. എന്നാണ് നമുക്ക് കേൾക്കുമ്പോൾ ശരിക്കും പൊന്തോ എനിക്ക് പറഞ്ഞ ഏറ്റവും എസ്പെഷ്യലി ഇഷ്ടപ്പെട്ട നമ്മുടെ സിൽക്ക് സ്മിത ആ ഡയലോഗ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര 100% ആപ്റ്റായിട്ടുള്ള ഒരു കാര്യം കാണും കേട്ടോ. കാര്യം വെച്ചാൽ എല്ലാവർക്കും പൊന്തോ ഇഷ്ടമാണ്, പക്ഷെ താല്പര്യമാണ്. പക്ഷെ സ്വന്തമാക്കുന്നവർ കുറച്ച് പേരെ കാണുള്ളൂ. അതാണ് ആ ഡിഫറൻസ്. മെയിൻറ്റെയിൻസ് ചെയ്യാനുള്ള പാടാണോ അല്ലെങ്കിൽ കൊണ്ടുനടക്കാനുള്ള പാടോ ഇതൊന്നും അല്ല, കൺസേൺസ് ആണ്. അത് കൊണ്ടുപോയ പ്രശ്നമാകുമോ? എല്ലാവരും പ്ലേയിങ് സേഫ്. അവരെല്ലാവരും അവരുടെ സേഫ് ആക്കാനേ നോക്കുള്ളൂ. അതുകൊണ്ടാണ് പലരും മറ്റു ഇതിലേക്ക് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് കോംപ്രമൈസ് ചെയ്ത് മറ്റു വണ്ടികളിലേക്ക് പോയ ആൾക്കാർ ധാരാളം ഉണ്ട്. എന്നിട്ട് ഫിയറ്റ് പോകുമ്പോൾ ഇങ്ങനെ നോക്കുക, ആസ്വദിക്കുക. നമുക്കിവിടെ കിട്ടിയ ഒരു വളരെ വലിയ അല്ലെങ്കിൽ ഒരു വളരെ ഗുഡ് ഒരു ലോങ് ടൈം എക്സ്പീരിയൻസ് ആണ് ഫിയറ്റിൻ്റെ. നമുക്ക് എന്താണെങ്കിലും അതിനൊരു സതീഷ് ഡോക്ടറിനോടൊരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ വേണ്ടിയിട്ടാണ്. ഡോക്ടർ താങ്ക് യു.